അടുത്ത വാർത്തയിലേക്ക് പോകുമ്പോൾ യൂട്യൂബർ ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ പോലീസിനെതിരെ കോടതി. കൊച്ചി പോലീസിനെതിരെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിമർശനം ഉയർത്തിയത്. ഷാജൻ സ്കറിയ ഒളിവിലെന്ന പോലീസ് വാദത്തിലും കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഡോക്ടറുടെ ഫോൺ ചോർത്തിയെന്ന കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് വിമർശനം. കടവന്ത്ര പോലീസ് ജാമ്യമില്ലാ കുറ്റം ചുമത്തി നേരത്തെ ഷാജൻ സ്കറിയയ്ക്കെതിരെ കേസെടുത്തിരുന്നു. ഷാജൻ സ്കറിയയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഫെബ്രുവരി 7-ന് കോടതി പരിഗണിക്കും. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, നിരന്തരമായി വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഇയാൾ. ഒളിവിലെന്ന വാദം എങ്ങനെ അംഗീകരിക്കും? പോലീസ് ഒത്തുകളിക്കുകയല്ലേ? ഈ ആക്ഷേപങ്ങൾ കോടതി ഉന്നയിച്ചതാണ്. എന്താണ് ഈ കോടതി വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി പോലീസിന്റെ നീക്കമുണ്ടാവുക? സജിത, കോടതി രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ പോലീസിനെ വിമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നടപടികളിലേക്ക് കടക്കാനായിട്ട് പോലീസ് നിർബന്ധിതരാകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. കാരണം ഇയാൾ ഒളിവിലാണ് എന്നതെല്ലാം തന്നെ പറയുമ്പോൾ കോടതി തന്നെ നിരീക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? കാരണം ഒളിവിൽ ആണെന്ന വാദത്തിന് യാതൊരു രീതിയിലുള്ള സാധുതയുമില്ല. പ്രതിദിനം യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് കാണുന്നില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരികയും ചെയ്തു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ രീതിയിലുള്ളൊരു നിരീക്ഷണവും വിമർശനവും എല്ലാം തന്നെ നടത്തിയത്. ഇതിൽ ഒരു നിരന്തരമായി ഇത്തരം പരാതികൾ ഷാജൻ സ്കറിയയ്ക്കെതിരെ പലപ്പോഴും പരാതികൾ ഇതിൽ ഉയർന്നു വരുന്നത് സാധാരണമാകുന്നുണ്ട്. അപ്പോൾ ഇത് പോലീസ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ എന്നതെല്ലാമാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം പരാതികൾ ഉയർന്നിട്ടും എങ്ങനെ ഒരാളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? നടപടികളില്ലാത്തത് എന്തുകൊണ്ടാണ് എന്നതാണ് കോടതിയുടെ പ്രധാനപ്പെട്ട ചോദ്യം. ഡോക്ടറുടെ ഫോൺ ചോർത്തി എന്ന കേസ് നിലനിൽക്കുന്നുണ്ട്. ഈ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഇത്തരം വാദങ്ങൾ ഉയർന്നപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം വിമർശനങ്ങൾ ഉണ്ടായിരുന്നത്. കടവന്ത്ര പോലീസ് ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. അത്തരം കാര്യങ്ങൾ ഉണ്ടായെങ്കിലും പക്ഷെ ഒരു തുടർ നടപടികളിലേക്കെങ്ങും പോയിരുന്നില്ല. അതാണ് ഇപ്പോൾ കോടതിയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇയാൾ ഒളിവിലാണ് എന്നതെല്ലാം തന്നെ പറയുമ്പോൾ യൂട്യൂബിലുള്ള ഒരു അപ്ലോഡിങ് എല്ലാം തന്നെ കൃത്യമായി നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ആ രീതിയിലുള്ളൊരു വാദമുഖം ഉന്നയിക്കുന്നത്? ഇതിൽ കർശനമായ വകുപ്പുകളാണ് ഷാജൻ സ്കറിയയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. BNS, IT നിയമം, അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണ നിയമം എന്നീ നിയമങ്ങളിലെ ജാമ്യമില്ലാ വകുപ്പുകളാണ് യൂട്യൂബർ ഷാജൻ സ്കറിയയ്ക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ അത്തരം ഗുരുതര വകുപ്പുകൾ ചുമത്തിയിട്ടും എന്തുകൊണ്ട് നടപടികൾ എടുക്കുന്നില്ല എന്ന് ചോദിക്കുന്നു. ഒളിവിലാണെന്ന വാദത്തിനാണ് കോടതി ഏതാണ്ട് പോലീസിന് ഒരു മുഖമടിച്ച മറുപടി നൽകുന്നത് പോലെയുള്ള രീതിയിലേക്ക് ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരു തുടർ നടപടി എന്ന രീതിയിലേക്ക് പോലീസിനെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ടി വരുന്നു. കാരണം ഗുരുതര വകുപ്പുകൾ, ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അറസ്റ്റ് നടപടികൾ മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത്. കടവന്ത്ര പോലീസാണ് ഇതിൽ കേസെടുത്തിരിക്കുന്നത്. ഏതായാലും ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ അടുത്ത മാസം ഫെബ്രുവരി 7-ന് കോടതി പരിഗണിക്കുകയും ചെയ്യും. സജിത. ഷാജൻ സ്കറിയയ്ക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങളാണ് കോടതിയിൽ നിന്നുണ്ടാവുന്നത്. പോലീസിന്റെ തുടർ നീക്കം നിർണായകമാണ്. അറസ്റ്റ് ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പോലീസിൽ നിന്നും മറുപടി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.